ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൽ ആനുവൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഞാൻ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നൊന്ന് പറയാം. ആക്ടിവിറ്റി 1, ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് അറൗണ്ട് us ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് പാറ്റേൺസ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന സസ്യങ്ങളുടെ ഇലകൾ വിവിധ തരത്തിലാണ് അല്ലേ ഉള്ളത്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓഫ് ഹിബിസ്കസ്, അതായത് ചെമ്പരത്തി, തുളസി ആൻഡ് ബ്ലാക്ക് ബോർഡ് ട്രീ, അതായത് ഏഴിലം ബല ഈസ് ഗിവൺ. അപ്പോൾ ഈ 3 ചെടികളുടെ പിക്ചേഴ്സും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ക്ലാസിഫൈ ദ ഗിവൺ പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദെയർ ലീവ്സ്, പ്രൊവൈഡ് ആൻ അപ്രോപ്രിയേറ്റ് ഹെഡിങ്. അപ്പം നിങ്ങൾ തന്നിരിക്കുന്ന ഈ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാനാണ്. എന്നിട്ട് ഒരു ഹെഡിങ്ങും കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗോൾഡൻ ട്രംപ്ലെറ്റ്, അതായത് കോളാമ്പി, സൺഫ്ലവർ, ഗുവ, ഒലിയാണ്ടർ, അതായത് അരളി, പിന്നെ മാംഗോ, ലൂക്കസ്, അതായത് തുമ്പ. ഇത്രയും ചെടികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ദെയർ എ നെസസിറ്റി ഫോർ പ്ലാന്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ലീഫ് അറേഞ്ച്മെൻറ്റ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് സസ്യങ്ങളുടെ ഇലകൾ, പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ക്രമീകരിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നാണ്. ഓരോ പ്ലാന്റ്സിനും വെവ്വേറെ രീതിയിലല്ല ഇലകൾ ഉണ്ടാവുക. അതിൻ്റെ ആവശ്യകത ഉണ്ടോ? ഉത്തരം നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്ത് എഴുതാനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഹെൽപ്പ് പ്ലാന്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ്, ഐ ആം ഗ്രീൻ ഇൻ കളർ, മൈ പ്രസൻസ് ഈസ് ദ റീസൺ വൈ പ്ലാന്റ് അപ്പിയർ ഗ്രീൻ, ക്യാൻ യു നെയിം മീ. അപ്പോൾ ഞാനാണ് സസ്യങ്ങളെ പ്രകാശ സംശ്ലേഷണത്തിന്, അതായത് ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത്. എനിക്ക് പച്ച നിറമാണല്ലേ, ഗ്രീൻ കളറാണ്. പിന്നെ സസ്യങ്ങൾക്ക്, പ്ലാന്റ്സിന് ഗ്രീൻ കളർ ഉണ്ടാവാൻ കാരണം ഇതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്? ആന്തോസയാനിൻ, സാന്തോഫിൽ, ക്ലോറോഫിൽ, കരോട്ടീൻ. അപ്പോൾ അതിലേതാണെന്ന് മക്കൾ എഴുതാം. ഇനി ആക്ടിവിറ്റി 2 ആണ്. ദ കോട്ടിലോഡൺസ് ഓഫ് ബീൻസ് ആൻഡ് മൈസ് ആർ ഗിവൺ. ദീസ് പ്ലാന്റ്സ് ഹാവ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ബീൻസിൻ്റെയും അതുപോലെ തന്നെ ചോളത്തിൻ്റെയും ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് പൂർത്തിയാക്കാനാണ്. പ്ലാന്റിൻ്റെ പേര്, പിന്നെ വിനേഷൻ പാറ്റേൺ, പിന്നെ റൂട്ട് ടൈപ്പ്, അത്രയും എഴുതിയിട്ട് വേണം അത് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ എൻഡോസ്പേം ഇൻ മൈസ്? അല്ലേ, മൈസിൽ കാണപ്പെടുന്ന എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ റൈറ്റ് ദ നെയിം ഓഫ് എ പ്ലാന്റ് ദാറ്റ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് കോട്ടിലഡൺസ് ആസ് ദ ബീൻ സീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈസ് ലീവ്സ് ഹാവ് പാരലൽ വെനേഷൻ, ഐഡൻറ്റിഫൈ ദ പ്ലാന്റ് ഫ്രം ദ ലിസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് പാരലൽ വെനേഷൻ. അപ്പോൾ മെയ്സിൽ കാണപ്പെടുന്നത് പാരലൽ വെനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ കൂട്ടത്തിൽ നിന്ന് പാരലൽ വെനേഷൻ ഇല്ലാത്ത സസ്യത്തെ കണ്ടെത്താൻ, പ്ലാന്റ് ഏതാണെന്ന് കണ്ടെത്താൻ ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഷുഗർ കെയിൻ, പാഡി, ചിക്പി, വീറ്റ് ആണ് കേട്ടോ. ഇനി ആക്ടിവിറ്റി 3 ആണ്. ഇന്ത്യ ഹാസ് ലോഞ്ച്ഡ് ന്യൂമറസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഫോർ വേരിയസ് പർപ്പസസ്. അതായത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യ നിരവധി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് വിക്ഷേപിച്ചിട്ടുണ്ട്. ഇൻസാറ്റ് ആൻഡ് എഡ്യൂസാറ്റ് ആർ സം ഓഫ് ദം. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഐഡൻറ്റിഫൈ ദ മെയിൻ യൂസസ് ഓഫ് ഇന്ത്യാസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആൻഡ് ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ്. അപ്പോൾ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൻ്റെ യൂസസ് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ തന്നെ ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദ നെയിം ഓഫ് ദ ഇന്ത്യൻ സിസ്റ്റം സിമിലർ ടു GPS. അപ്പോൾ GPS-ന് സെയിം ആയിട്ടുള്ള ഇന്ത്യൻ സംവിധാനത്തിൻ്റെ പേര്, ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ പേര് എഴുതാനാണ്. ക്വസ്റ്റ്യൻ സി, ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം, എർത്ത് ഓർബിറ്റ്സ് ദ സൺ ആൻഡ് ദ മൂൺ ഈസ് എർത്ത്സ് നാച്ചുറൽ സാറ്റലൈറ്റ്. Alpha Centauri A is the closest star to the sun. The following are different celestial bodies arranged in increasing size. Choose the correct order. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? സൗരയൂഥത്തിൻ്റെ ഏറ്റവും അടുത്ത സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്, സെൻറ്റർ എന്ന് പറയുന്നത് സണ്ണാണ്. അപ്പോൾ സണ്ണിന് വലം വയ്ക്കുന്നതാണ് അല്ലേ, ചുറ്റുന്നതാണ് എന്ത്? ഭൂമി. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൽഫ സെൻറ്റോറി എ എന്നിവയൊക്കെ എന്താണ്? ആകാശഗോളങ്ങളാണല്ലേ. ഇത്രയും ആകാശഗോളങ്ങളാണ്. ഇവയുടെ വലുപ്പം കൂടി വരുന്ന ക്രമമാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ തെറ്റിച്ച് ആണ് ചിലത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിയായ ഓർഡർ എടുത്തെഴുതാനാണ് കേട്ടോ.
നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. ഇൻ ഹൗസ് ഹോൾഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റവ്സ് ആർ യൂസ്ഡ് ഫോർ കുക്കിംഗ്. ഇവിടെ വിവിധ തരത്തിലുള്ള സ്റ്റൗകളാണ് നമ്മൾ വീട്ടിലാവശ്യത്തിന് വേണ്ടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വാട്ട് ടൈപ്സ് ഓഫ് സ്റ്റവ്സ് ആർ മെൻഷൻഡ് എബോവ്. അപ്പോൾ മുകളിൽ തന്നിട്ടുള്ളത് ഏതൊക്കെ തരത്തിലുള്ള സ്റ്റൗകളാണ്, അടുപ്പുകളാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് ടു എൻഷുർ ദാറ്റ് ഫയർവുഡ് ബേൺസ് വെൽ ഇൻ എ ട്രഡീഷണൽ സ്റ്റൗ. വിറകടുപ്പിൽ വിറക് കത്തുന്നതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ സി എന്താണ്? ഡിസൈൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദാറ്റ് എയർ ഈസ് നെസസറി ഫോർ കമ്പഷൻ. അതായത് തീ കത്തുന്നതിന് വായു ആവശ്യമാണെന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് എഴുതാനാണ് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. In connection with the World Wide Cane Day, the Science Club has decided to organize a seminar. ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ റിപ്പോർട്ട് ഫോർ ദ സെമിനാർ ഇൻക്ലൂഡിംഗ് ദ ഡിവൈസസ് യൂസ്ഡ് ടു അസിസ്റ്റ് വിഷ്വലി ഇമ്പയർഡ് ഇൻഡിവിജ്വൽസ്. അതായത് കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് സെമിനാറിലേക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സിസ്റ്റം യൂസ്ഡ് ബൈ വിഷ്വലി ഇമ്പയർഡ് ഇൻഡിവിജ്വൽസ് ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. എന്തൊക്കെയാ? കാഴ്ച പരിമിതിയുള്ള ആളുകൾ എഴുതാനും വായിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സംവിധാനത്തിൻ്റെ പേരെന്താണെന്ന്. അതിൽ തന്നെ ക്വസ്റ്റ്യൻ സി, ഡിസൈൻ എ പോസ്റ്റർ ഫോർ ദ സ്കൂൾസ് പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ ടു പ്രൊമോട്ട് ഐ ഡൊണേഷൻ. അപ്പോൾ ഐ ഡൊണേഷന് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വിദ്യാലയത്തിൽ നടത്തുന്ന പോസ്റ്റർ രചനാ മത്സരത്തിലേക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. ആനിമൽസ് ഹാവ് ഡിഫറെൻറ്റ് ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ദം അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ്. ദീസ് ആർ കോൾഡ് സെൻസ് ഓർഗൻസ്. അപ്പോൾ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. വിച്ച് ഓർഗൻ ഹെൽപ്സ് ബട്ടർഫ്ലൈസ് റെക്കഗ്നൈസ് ടേസ്റ്റ്. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് ബട്ടർഫ്ലൈസ് രുചി തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന അവയവം ഏതാണെന്ന്. വിങ്സ്, ആൻറ്റിന, ലെഗ്സ്, സ്കിന്ന്. ഏതാണ്? കണ്ടുപിടിച്ച് പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ബി, ഐസ് ഹെൽപ്പ് us see the beautiful sights of the world. ഈ സുന്ദരമായ ഭൂമിയിലെ ദൃശ്യങ്ങൾ കാണാൻ നമ്മളെ സഹായിക്കുന്ന അവയവമാണ് ഇത്? കണ്ണ് അല്ലേ? ഐസ്. വാട്ട് ആർ ദ ഹെൽത്തി ഹാബിറ്റ്സ് വി ഷുഡ് ഫോളോ ടു മെയിൻറ്റെയിൻ ഗുഡ് ഐ ഹെൽത്ത്. അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അത് നോക്കി വെക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ സി, ദ ഇയർ ഈസ് ദ സെൻസ് ഓർഗൻ ദാറ്റ് ഹെൽപ്സ് അസ് ഹിയർ. അപ്പോൾ കേൾക്കാൻ സഹായിക്കുന്ന സെൻസ് ഓർഗനാണ് ഇയർ. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ക്യാൻ അക്വയർ ഡ്യൂ ടു വാരിയസ് റീസൺസ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിവൈസ് യൂസ്ഡ് ടു അസിസ്റ്റ് പീപ്പിൾ വിത്ത് ഹിയറിംഗ് ലോസ്. അതായത് കേൾക്കാൻ നമ്മെ സഹായിക്കുന്ന സെൻസ് ഓർഗനാണ് ഇയർ. പല കാരണങ്ങൾ കൊണ്ടിട്ട് നമുക്ക് കേൾവിക്കുറവ് ഉണ്ടാവാറുണ്ടല്ലേ. ഇത് പരിഹരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അതിൽ തന്നെ ക്വസ്റ്റ്യൻ ഡി, വി നോ ദാറ്റ് ഫുഡ് ടേസ്റ്റ് ബെറ്റർ when we chew it thoroughly. Which specialized part of the tongue helps in identifying different tastes. അതായത് നമ്മൾ ചവച്ചരയ്ക്കുമ്പോൾ ഫുഡിൻ്റെ സ്വാദ് കൂടുതൽ ഉണ്ടാവുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ടങ്കിൻ്റെ മുകൾ ഭാഗത്ത് സ്വാദറിയാൻ സഹായിക്കുന്ന സവിശേഷ ഭാഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. ആക്ടിവിറ്റി 7. In the animal kingdom, insects are a diverse group of organisms. The larvae of some insects are known as worms. അതായത് ആനിമൽ കിങ്ഡത്തിൽ ജന്തുലോകത്ത് കാണപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള ജീവികളാണ് പ്രാണികൾ. വൈവിധ്യമുള്ള ജീവികളാണ് പ്രാണികൾ. അപ്പം വിവിധ തരം പ്രാണികളുടെ ലാർവകളാണ് ചില ഇനം പുഴുക്കൾ, വേംസ്. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യന്? മനു ഈസ് പ്രിപ്പയറിംഗ് എ ടേബിൾ ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ദയർ ലാർവെ ഇൻ ക്ലാസ്. Can you check if there are any mistakes and help him arrange them correctly? അപ്പോൾ ഇവിടെ ടേബിളിൽ ഇൻസെക്ട്സും അവയുടെ ലാർവകളും ചെറിയ ചെറിയ മിസ്റ്റേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലത് തെറ്റാണ്. അപ്പം നിങ്ങളത് ആ ടേബിൾ ശരിയാക്കിയിട്ട് എഴുതുക. അതിൽ ക്വസ്റ്റ്യൻ ബി, ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ദ മെറ്റാമോർഫോസിസ് സ്റ്റേജസ് ഓഫ് എ കോക്രോച്ച് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? തന്നിട്ടുള്ള ഈ ഒരു ചിത്രം നിരീക്ഷിക്കുക. എന്നിട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ യങ് വൺ ദാറ്റ് ഹാച്ച് ഫ്രം കോക്രോച്ച് എഗ്സ്. അല്ലേ, കോക്രോച്ചിൻ്റെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ക്വസ്റ്റ്യൻ 2 എന്താണ്?
എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കോക്രോച്ച് മെറ്റാമോർഫോസിസ് അല്ലേ. പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങൾ വിശദീകരിക്കാനാണ്. ക്വസ്റ്റ്യൻ സി, വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് വേംസ്. വേംസ് കൊണ്ടുള്ള യൂസസ്, ബെനഫിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ മക്കൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിച്ച് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.